നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണല്ലേ? നിങ്ങൾക്ക് നല്ല ഏകാഗ്രതയുള്ള മനസ്സോടുകൂടെ റബ്ബിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ചില ആളുകൾ സങ്കടം പറയാറുണ്ട്, ഉസ്താദേ 5 വഖത്ത് കൃത്യമായിട്ട് നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, മറ്റ് അമലുകളൊക്കെ ചെയ്യും, പക്ഷേ നിസ്കാരത്തിലൊരു ഏകാഗ്രത കിട്ടുന്നില്ല, അള്ളാഹുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല, റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റണില്ല. അങ്ങനെ ആകെ വല്ലാതെ എൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ച ആളുകൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നല്ല ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ അള്ളാഹുവിൽ ലയിച്ച് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അള്ളാഹു അങ്ങനെ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, നമ്മുടെ നിസ്കാരം നമുക്ക് അടിപൊളിയാക്കിയെടുക്കാം. ഇഖ്ലാസോടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്തവണ്ണം അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട്, ഹംദ് പറയുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സാക്ഷാത്കരിക്കട്ടെ. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ ഉസ്താദിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യും, കുടുംബക്കാരിലേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ഈ ഇൽമിൻ്റെ സദസ്സ് പലയിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. അവരുടെ ജീവിത ഉപാധികളിൽ മറ്റു മേഖലകളിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പഠിക്കാൻ പോണേ. കൃത്യമായിട്ട് നിസ്കരിക്കാറുണ്ടോ നമ്മൾ? 5 വഖത്ത് കറക്റ്റാണ് ഉസ്താദെ, ഖളാ ഇല്ലാതെ ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിസ്കരിക്കാറുണ്ട്. പക്ഷേ ഖൽബിൽ അല്ലാഹ് ഉണ്ടാകാറുണ്ടോ? നമ്മൾ നിസ്കരിക്കുമ്പോഴേ നമ്മുടെ ഖൽബിൽ പടച്ചോൻ വരാറുണ്ടോ? അല്ലാഹ് എന്ന ചിന്ത വരാറുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് അല്ലാഹ് പറഞ്ഞത് അല്ലേ? നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കരിക്കാത്തവർക്കെന്നല്ല. നിസ്കരിച്ച് നശിച്ചു പോകുന്നവർ, നിസ്കരിച്ച് വൈലെന്ന നരകം മേടിക്കുന്നവർ. കാരണം നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധയില്ല, അള്ളാഹിനെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല. ദുനിയാവാണ് നിസ്കാരം മുഴുവൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, പിശാചിൻ്റെ ചില മക്കളുണ്ട്, ചില ചെറിയൊരു പിശാചുക്കളുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താ? നമ്മളെ നിസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പിക്കല. നിസ്കരിക്കാൻ കൈയ്യെട്ടുമ്പോൾ ദുനിയാവിലെ മുഴുവൻ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ചിന്ത വരുമ്പോൾ തന്നെ തട്ടി മാറ്റിയിട്ട് അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കവിടെ പ്രതിഫലം ലഭിക്കുകയാണ്. പക്ഷേ നമുക്കിങ്ങനെ സ്ഥിരമായി അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ചില പ്രശ്നങ്ങളുണ്ട്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു പരിധിവരെ ആശ്വാസം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ബാങ്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. രണ്ടാമത്തേത്, വുളൂ പൂർണ്ണമായി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വുളൂവിൻ്റെ വിഷയം നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഇന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂഅ് ലഭിക്കും, ഭയഭക്തി ലഭിക്കും, അല്ലാഹ് എന്ന ചിന്ത നമ്മുടെ ഖൽബിൽ നിൽക്കുമെന്നാണ്. പടച്ച റബ്ബ് അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാങ്ക് ഒരു വല്ലാത്ത അമലാണല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മുഅദ്ദിൻ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തൊരു മനോഹാരിതയാണതിന്. അതായത് ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ നല്ല സ്വരമാധുര്യമുള്ള ആളുകളാകണം. ബാങ്ക് നന്നായി വിളിക്കാൻ പറ്റണം. നമ്മൾ ഏതെങ്കിലുമൊക്കെ പൈസ ഇച്ചിരി കുറച്ച് മേടിക്കേണ്ട ഒരാളെ പിടിച്ചുകൊണ്ട് അതിനായിട്ട് നിർത്തും. എന്നിട്ട് അയാൾ എങ്ങനെ അങ്ങോട്ട് ചിഹ്നം വിളിക്കണ പോലെ വിളിക്കും. ശരിക്കും ബാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം, നിസ്കരിക്കാൻ ഓടിയെത്തണമെന്ന് തോന്നണം തന്നെ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിതങ്ങൾ തിരഞ്ഞെടുത്തത്. ബിലാലിൻ്റെ ശബ്ദമാധുര്യം അത്രമേൽ മനോഹരമായിരുന്നു എന്നാണ്. ആരാണ് അതൊക്കെ നോക്കണത് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ എറണാകുളം ജില്ലയിലൊരു സ്ഥലത്ത്
ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ഹൈന്ദവ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഞാൻ സ്ഥലം പറയുന്നില്ല, അദ്ദേഹം താമസിച്ചത് എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ മുത്തഅല്ലിമുകളുണ്ട്. ഒരിക്കൽ ഒരു മുത്തഅല്ലിമാണ് ബാങ്ക് വിളിച്ചത്. നല്ല നല്ല ശബ്ദമാധുര്യത്തോടുകൂടെ മനോഹരമായ ബാങ്ക് അല്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ, കുറച്ച് അങ്ങനെ മനോഹരമായിട്ട് അങ്ങനെ ബാങ്ക് വിളിക്കാം. ഇത് മനോഹരമാണെന്നല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നല്ല മനോഹരമായിട്ട് മുത്തഅല്ലിമ് ബാങ്ക് വിളിച്ചു. ഇത് റൂമിൽ നിന്നിട്ട് ഈ ഹൈന്ദവനായ ചെറുപ്പക്കാരൻ കേൾക്കുകയാണ്. കേട്ടപ്പോൾ തന്നെ ഈ ബാങ്ക് മനസ്സിലേക്ക് തട്ടി. അത്രത്തോളം ഒരു മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ആ ബാങ്ക് വിളി. ആ ബാങ്കിനെക്കുറിച്ച് പഠിച്ചു. ഇന്ന് ആ മനുഷ്യൻ വളരെ ആക്റ്റീവായൊരു മുസ്ലിമാണെന്ന് മാത്രമല്ല, ചില സംഘടനകളിൽ അവരുടെ മാഗസിനുകളിൽ പോലും എഴുതുന്ന രീതിയിലേക്ക് നല്ല ഉറച്ച മുസ്ലിമായിട്ട് ആ മനുഷ്യൻ മാറി എന്നുള്ളതാണ്. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ബാങ്ക് വിളിയാണ്. ഇപ്പോൾ ബാങ്ക് വിളി അതെപ്പോഴും മനോഹരമായിരിക്കണം. ഒരാൾ ബാങ്കും അയാൾ തന്നെ ഇക്കാമത്തും കൊടുത്താൽ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ആ മനുഷ്യനുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ബാങ്ക് വിളി എന്ന് പറയുന്നത് അല്ലേ. ബാങ്കിനെ ബഹുമാനിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താ? കലിമ ചൊല്ലി ഈമാനോടെ മരിക്കാൻ പറ്റും. ബാങ്കിനെ ബഹുമാനിക്കുന്നില്ലേ അല്ലേ? ബാങ്കിനെ ബഹുമാനിക്കുന്നില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുന്യവിയായ കാര്യങ്ങളുടെ പിന്നാലെ നടക്കുകയാണ്, ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ യത്തലജലജു ലിസാനഹു ഇൻദൽ മൗത്ത്, അവൻ മരിക്കാൻ നേരത്ത് അവൻ്റെ നാവ് കടന്നിങ്ങനെ പിടയ്ക്കും. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റില്ല. ആളുകൾ ചൊല്ലിക്കൊടുത്താലും അവൻ്റെ വായിൽ നിന്നത് വരില്ല. ഈമാനില്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ ബാങ്ക് വളരെ വളരെ ബഹുമാനിക്കേണ്ട ഒന്നാണ്. നാളെ പരലോകത്തെ ചില ആളുകൾ നായയുടെ മുഖം അതുപോലെ തന്നെ കുരങ്ങിൻ്റെ മുഖമൊക്കെ ആയിട്ട് വരുമെന്ന് ചില ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. എന്താ കാരണം? അവർ ബാങ്കിനെ അനാദരിച്ചവരാണ്, ബാങ്കിനെ ബഹുമാനിക്കാതിരുന്നവരാണ്. അവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ കോലം മറിച്ച് കളയും അത്രേ. പണ്ടൊക്കെ ഒരു ആദരവ് നമുക്കുണ്ടായിരുന്നു അല്ലേ. പണ്ട് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ഈ തല മറക്കൽ സുന്നത്തുണ്ടോ ബാങ്ക് വിളിക്കുന്ന സമയത്ത്? ഇല്ല, ബാങ്ക് വിളിക്കുന്ന സമയത്ത് തല മറക്കണമെന്ന് അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ കാരണവന്മാർ അടുക്കളയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണ്, തലയിൽ തട്ടനില്ല, ബാങ്ക് വിളിക്കുമ്പോൾ ആ തട്ട കൊടുത്ത് തലയിലേക്ക് ഇടും. എന്തുകൊണ്ടാണത്? സുന്നത്തായിട്ടൊന്നുമല്ല, അതൊരു ബഹുമാനമാണ്. ബാങ്കിനോടൊരു ബഹുമാനം, ബാങ്കിനോടൊരു ആദരവ്. നമ്മളിതേ ബാങ്ക് വിളിക്കണ തലയിലേക്ക് തട്ടനിട്ടടി എന്ന് പറയൂലേ, അതെന്തുകൊണ്ടാണ്? അതൊരു ആദരവിൻ്റെ ഭാഗമാണ്. മനസ്സിലാക്കുന്നുണ്ട്? ആ ആദരവ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോയേക്കാം. അതുപോലെ തന്നെ ചില ആളുകൾ വുളു എടുക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ വുളു അവിടെ നിർത്തി വെക്കും. ബാങ്ക് വിളിക്കുമ്പോൾ വുളു എടുക്കുന്നുണ്ടല്ലോ, കുഴപ്പമുണ്ടോ? ദുന്യവിയായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ പോരെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും വുളു എടുക്കൽ അവിടെ നിർത്തിവെക്കും. കാരണം എന്താ? ആ ബാങ്കിന് കൃത്യമായി ജവാബ് ചൊല്ലാൻ കഴിയണം. ആ ബാങ്കിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണാം. ഇപ്പം എന്താ? ഇപ്പം ഇതൊന്നുമില്ല, ഇപ്പോൾ സംസാരമാണ്. ബാങ്ക് വിളിച്ചാലും വർത്താനം പറയുക. ഫോൺ വിളിക്കുകയാണ്, ബാങ്ക് വിളിക്കുമ്പോൾ ഒന്ന് പതുക്കെ അല്ലേ നമ്മളിങ്ങനെ സംസാരിക്കന്നെ. ആ ഫോണിലൂടെ ബാങ്ക് വിളിക്കുന്നുണ്ട്, ബാങ്ക് വിളിച്ച് കഴിയട്ടെ എന്ന് പറയാനുള്ളൊരു സാവകാശം നമുക്കില്ല. നമ്മുടെ ഈമാൻ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. ഈമാൻ നിഫാക്ക് മുനാഫിക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഈമാൻ അവരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കല്ലേ നമ്മുടെ ഈമാൻ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ചില സുന്നത്തുകൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നിസ്കാരത്തിൽ നല്ല ഏകാഗ്രത ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുക. അതായത് നല്ല കാര്യങ്ങളാണെങ്കിലും തൽക്കാലം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അതിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ. ഞാൻ ബാങ്കായിട്ട് വിളിച്ചതല്ല, വെറുതെ ഇങ്ങനെ ചൊല്ലിയതാണ്. ബാങ്ക് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അതിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ബാക്കിയൊക്കെ നിർത്തിവെക്കണം. ഖുർആനോദാണ്, അള്ളാഹിൻ്റെ കലാമായ ഖുർആനോദാണെങ്കിൽ പോലും അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ബാങ്കിലേക്ക് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ പിന്നെ ബാങ്ക് വിളിച്ച് കേട്ടെ. ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നൊന്ന് ദുന്യവിയായ കാര്യം എന്തായാലും പറ്റൂല. കാരണം അത് നമ്മുടെ ഈമ നഷ്ടപ്പെടുത്തി കളയുന്ന ഉറപ്പല്ലേ. ഇനി മതപരമായ കാര്യമാണെങ്കിൽ പോലും ദുന്യവിയായ വിഷയം അല്ലെങ്കിൽ പോലും ഒന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ബാങ്കിന് വേണ്ടി ഒന്നൊന്ന് ശ്രദ്ധ ഒന്ന് ചെവി കൂർപ്പിക്കുക. രണ്ടാമത്തേത്, ബാങ്ക് വിളിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്ക് പറയണം. ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്ത് പോലുള്ള കിതാബുകൾ കാണാം, നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? അവർക്ക് ലഭിക്കുന്നത് കച്ചബത്ത് ലഹു അൽഫി ഹസന, അവർക്ക് 10 ലക്ഷം നന്മകൾ എഴുതപ്പെടും.
10 ലക്ഷം നന്മകൾ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ 20 ലക്ഷം പാപങ്ങൾ മായ്ക്കപ്പെടും, 20 ലക്ഷം സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും. എങ്ങനെ? 10 ലക്ഷം നന്മ അവരുടെ മേലെഴുതും, 20 ലക്ഷം പാപങ്ങളല്ല പുറത്തു കൊടുക്കും. ചെറുപാപങ്ങളില്ലേ, 20 ലക്ഷം പാപങ്ങൾ, ചെറുപാപങ്ങൾ ആ സെക്കൻഡിൽ പൊറുക്കാൻ. അതുപോലെ തന്നെ 20 ലക്ഷം ദറജ അള്ളാഹു അവർക്ക് ഉയർത്തി കൊടുക്കുമെന്നാണ്. എന്താണ് ആ വാക്ക്? ബാങ്ക് വിളി തുടങ്ങുമ്പോൾ തന്നെ പറയേണ്ട ഒരു വാക്കുണ്ട്, മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല. എന്താണ്? മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല. ഒരിക്കൽ കൂടെ, മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല. നീതിയുടെ വർത്തമാനം അല്ലേ, നീതിയുടെ വർത്തമാനമാണ് വിളിച്ചു പറയുന്നത്. ആ നീതിയുടെ വർത്തമാനം പറഞ്ഞവർക്ക് സ്വാഗതം, പരിശുദ്ധമായ നിസ്കാരത്തിന് സ്വാഗതം. ആ സ്വാഗതം പറയുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നത് 10 ലക്ഷം നന്മയാണ്, 20 ലക്ഷം പാപമോചനമാണ്, 20 ലക്ഷം സ്ഥാനക്കയറ്റമാണ്. സുബ്ഹാനക യാ റബ്ബ്. 5 വക്തിലൊരു മനുഷ്യൻ ഇത് പറയുകയാണെങ്കിൽ എത്ര നന്മയായി അല്ലേ? ഒരു വക്തിന് 10 ലക്ഷം ആണെങ്കിൽ 5 വക്തിന് 50 ലക്ഷം നന്മയായില്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന് ജവാബ് കൊടുക്കാം. എങ്ങനെ ജവാബ് കൊടുക്കണം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ പറയാം അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു നമ്മളും പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ട് നമുക്ക് ഒരു വാക്ക് അവിടെ ചൊല്ലാനുണ്ട്. അതറിയില്ല എങ്കിൽ വെറുതെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ 2 തള്ളവിരലുണ്ട് ഇതൊന്ന് ചുംബിച്ചിട്ട് നമ്മുടെ 2 കണ്ണുകളിലൊന്ന് തടവി കൊടുക്കുക. 2 കണ്ണുകളൊന്നിങ്ങനെ തടവി കൊടുക്കുക. സുബ്ഹാനക യാ റബ്ബ്. കണ്ണുകളിൽ മാരക രോഗം വരുന്നതിൽ നിന്ന്, സർജറി വേണ്ടി വരുന്നതിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾക്കറിയുമെങ്കിൽ അവിടെ ഒരു വാക്ക് കൂടെ ചേർത്ത് കൊടുക്കണം. അത് വലിയ പവറുള്ള ഒരു വാക്കാണ് അവിടെ ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയതിന് ശേഷം അവൻ പറയണം, മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇങ്ങനെ ഒരു ചുംബനം കണ്ടോ, 2 കണ്ണിലും തടവ. ഇത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പ്രാവശ്യം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുക, രണ്ടാമത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുക അള്ളാഹുവിൽ നിന്ന് വലിയ സംരക്ഷണം അവൻ്റെ കണ്ണിന് ലഭിക്കുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇനി ഹയ്യാലകളിലേക്ക് വരികയാണ്. ഹയ്യ അലസ്സലാഹ്. നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, വിളിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ വരാൻ ഞാൻ തയ്യാറാണ്, അങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് കഴിവൊന്നുമില്ല റബ്ബേ, എനിക്ക് കഴിവില്ല, നീ തന്ന കഴിവേ ഉള്ളൂ. എനിക്ക് നിസ്കരിക്കണമെങ്കിലോ എനിക്കങ്ങോട്ട് നടക്കണമെങ്കിലോ എല്ലാ കഴിവും നിന്നിലാണല്ലാ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കഴിവില്ലാത്തവനാണല്ലാ എന്ന് സമ്മതിക്കുന്ന പടച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ള വാക്കങ്ങ് പറയാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ, ഈ വാക്ക് പറയാം. എന്നിട്ടോ ഇതിങ്ങനെ കടന്നു വന്ന അവസാനത്തെ വചനം എന്താ? ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ചില ആളുകൾക്കൊരു പതിവുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു റബ്ബ ഹദി. അങ്ങനെയല്ല സുന്നത്ത്. സുന്നത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ബാങ്കിന് ജവാബ് കൊടുത്തതിന് ശേഷം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ പറയൽ സുന്നത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കറിയുന്നൊരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് മതി. അത്രയും ചൊല്ലിയിട്ട് ബാങ്കിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല എന്ന് തുടങ്ങുന്ന ആ ദുആ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞത്? ബാങ്കിൻ്റെ അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലുക. ബാങ്ക് വിളിക്കുന്ന ആൾ ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ച് ജവാബ് കൊടുക്കുക. ശേഷം ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അത്രയാണെങ്കിൽ അത്ര നിങ്ങൾക്ക് അറിയുന്നൊരു സ്വലാത്ത് ചൊല്ലുക. ചൊല്ലിയിട്ട് ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യുക. മനസ്സിലായോ? അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന അടിയിൽ സുന്നത്തില്ല, അവിടെ സ്വലാത്താണ് സുന്നത്ത്. ഓക്കെ. ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. ബാങ്കിന് ശേഷം ദുആയിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ആയത്തുൽ കുർസി ഓതുക. ഈ ആയത്തുൽ കുർസി അവിടെ നമ്മൾ ഓതിയാൽ അടുത്ത ബാങ്ക് വരെ തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ സംരക്ഷണം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇത്രയും സുന്നത്തുകൾ നിർബന്ധമായി നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇനി ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. അവിടെ നമ്മൾ ഈ ചെറിയൊരു ദുആ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും
ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ലാ എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥന. ഇത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയമാണ്. ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ നിസ്കാരത്തിൽ അശ്രദ്ധമായി പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പറഞ്ഞത് ബാങ്കിലുള്ള അശ്രദ്ധയാണ്. ഇപ്പോൾ ബാങ്ക് കൃത്യമായി ശ്രദ്ധിച്ച് ബാങ്കിനെ ബഹുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ ഖൽബിലേക്ക് അള്ളാഹു ഖുശൂ ഇട്ട് തരുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അശ്രദ്ധയുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. അപ്പോൾ നമ്മൾ സുബഹി നിസ്കരിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ സുബഹി കഴിഞ്ഞല്ലോ, ളുഹർ നിസ്കരിക്കാൻ പോകണം. ളുഹർ നിസ്കരിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ ളുഹറാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിസ്കരിച്ചു നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ അവസാനത്തെ നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു വല്ലാത്ത ഭയഭക്തി കടന്ന് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് അടിപൊളിയായി. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം വേണം. അതായത് നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സംസാരിക്കാനൊരു അവസരം കിട്ടിയാൽ നമ്മുടെ മനസ്സിലേക്ക് വേറെ ഒന്നും കടന്നു വരില്ല. അത്രത്തോളം ഭയഭക്തിയോടെ നമ്മൾ നിൽക്കും. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾക്ക് നിൽക്കാനൊരു അവസരം കിട്ടിയാൽ എത്ര ഭയഭക്തിയോടെ മുമ്പിലും നിൽക്കും. ഈ പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയെയും എല്ലാത്തിനെയും സർവ്വചരാചരങ്ങളെയും പടച്ച നാഥൻ്റെ മുമ്പിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അള്ളാഹു ആണെന്നാണ് പറയുന്നത്. അള്ളാഹ് വലിയവനാണെന്നല്ല, ഏറ്റവും വലിയവൻ അള്ളാഹു ഉണ്ടോ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹ് അല്ലാത്തതൊക്കെയാണ് മനസ്സിൽ വരണത്. ബിസിനസ്സും മറ്റു സാധനങ്ങളൊക്കെയാണ് വരണത്. അള്ളാഹ് മാത്രം കടന്നു വരണം. അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം. അള്ളാഹിനെ സ്നേഹിച്ചു നോക്കിയേ പറ്റും. അള്ളാഹിനെ സ്നേഹിച്ചു നോക്ക്. അള്ളാഹിനെ വെറുതെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് മാത്രമായില്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു പേടി വേണം. അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹിനെ പ്രേമിച്ചു നോക്കിയേ, നമ്മുടെ നിസ്കാരമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇല്ലേ? ഒരു മനോഹരമായ ഒരു മാലയിലെ 2 വരികളുണ്ടല്ലോ, വഹദത്ത് മാലയിലെ. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് വരി? ഞാനെപ്പോൾ ചൊല്ലിയാൽ എൻ്റെ കണ്ണ് നിറയും. എന്താണ്? പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. വല്ലാത്തൊരു വരിയാണ്. നമ്മളെങ്ങനെയാണ് പടച്ചവനെ പേടിക്കണം? ഒരു പാമ്പിനെ പേടിക്കണ പോലെ, ഒരു ക്രൂരനായ ഭരണാധികാരിയെ പേടിക്കണത് പോലെ അല്ല മക്കളെ, അല്ല. അങ്ങനെയല്ല അള്ളാനെ പേടിക്കേണ്ടത്. എന്ത് പേടിയാ? നാളെ പരലോകത്തെല്ലുമ്പോൾ എന്നെ പടച്ച് പരിപാലിക്കുന്ന എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഉപ്പയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് എന്നെ തിരിഞ്ഞു നോക്കില്ലേ എന്നുള്ളൊരു പേടി. റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹിനെ പ്രണയിച്ചിട്ടൊന്ന് നിസ്കരിക്കും നമ്മൾ. ഞാൻ പ്രണയിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞല്ലോ. ആ നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു വിറവിറയ്ക്കും. സന്തോഷം കൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഈ വരി നിങ്ങളൊന്ന് പാടി നോക്കിയേ. മനസ്സിൽ റബ്ബുണ്ടായിരിക്കേ, ഈ വരി ഒന്ന് പാടി നോക്കിയേ. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചോനെ, നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഏറ്റവും നല്ലവൻ നമ്മുടെ റബ്ബാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ റബ്ബാണ്. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏതായാലും നിസ്കാരത്തിൽ കൃത്യമായി ശ്രദ്ധയുള്ളവരായി തീരാൻ ബാങ്കിലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ഒരു സ്വഹാബി
അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അല ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മൗലിദ് പാരായണം ചെയ്യുന്നതിലേക്ക് ഒരു ദിർഹം ആരെങ്കിലും ഹദിയ ചെയ്താൽ, ചിലവഴിച്ചാൽ, സ്വർഗത്തിൽ അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പഠിപ്പിച്ച ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യാം. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. നിന്നെ പ്രണയിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ ഉൾക്കൊള്ളാനുള്ള ഖൽബ് നൽകണേ അല്ലാ. മഅരിഫത്തിൻ്റെ ഖൽബ് നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ഹറാമുകളിൽ പെട്ടുപോയവരാണ് ഞങ്ങൾ. ദുനിയാവിൻ്റെ മോഹങ്ങളിൽ നിറഞ്ഞ് നിന്നെ ഖൽബിലേക്ക് കയറ്റാൻ പറ്റാത്തവണ്ണം ഖൽബ് മലീമശമാണല്ലാ. നീ ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ തമ്പുരാനെ. നിന്നെ ഓർത്ത് നിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അമലുകൾ പടച്ചവൻ ഒരുപാട് ന്യൂനതകളുള്ളതാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, ജോലിയിൽ മറ്റു മേഖലകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, ശിഫ നൽകണയല്ല. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല, സന്താനങ്ങളെ ആബിദീങ്ങളാക്കണയല്ല, മുത്തഖീങ്ങളാക്കണയല്ല. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ടെൻഷനും ഡിപ്രഷനും ഇല്ലാത്ത ഖൽബ് നൽകണേ അല്ലാ. ഈമാനിൽ വർദ്ധനവ് നൽകണേ അല്ലാ. റഹ്മുർ-റഹീമായ റബ്ബേ, എല്ലാവിധ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ മലിക്കുൽ മുലൂക്കായ റബ്ബെ, ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണയല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. സിഹറുകൾ, ഐനുകൾ ബാത്തുലാക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബെ, ഈ മനസ്സലാമത്താക്കണയല്ല. ആരംഭപ്പൂഹയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ചേർക്കണയല്ല. അവസാനം നിന്നെ കാണുമ്പോൾ നീ ഞങ്ങളുടെ നേരെ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ തമ്പുരാനെ. നിന്നെ സ്നേഹിക്കാനുള്ള ഖൽബ് നൽകണയല്ല. നീ ഖബൂൽ ചെയ്യണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.